Indians. Just like in India, Palani Malay they call it. Here also in Malaysian all are. ഞങ്ങൾ ജെൻറ്റിങ് ഹൈലാൻഡ്സ് കണ്ട് തിരിച്ച് വരുന്ന വഴി ബാട്ടു കേവ്സിലോട്ടേക്ക് വിസിറ്റ് ചെയ്തു. ഈ സൈറ്റിൽ ആക്ച്വലി രാമായണ കേവും ബാട്ടു കേവും ഇത് രണ്ടുമാണ് മെയിൻ അട്രാക്ഷൻ. സോ ഞങ്ങൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ കുറേ ഷോപ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പം നമ്മൾ ശരിക്കും ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെന്ന് തോന്നും. പളനിയോ രാമേശ്വരം അവിടെ പോയൊരു അനുഭവമായിരുന്നു ഈ ഷോപ്സ് എല്ലാം കാണുന്നത്. അവിടെയുള്ളതെല്ലാം നമ്മുടെ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം മലേഷ്യ എന്ന് പറഞ്ഞ നാട്ടിൽ വന്നിട്ട് നമ്മുടെ തന്നെ ആൾക്കാരെ കാണുക എന്ന് പറയുമ്പം അതൊരു എന്താ പറയുക, നമുക്കതൊരു ഫോറിൻ രാജ്യത്താണ് വന്നതെന്നുള്ള ഒരു ഫീല് വരുന്നില്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണെന്നുള്ള ഒരു ഫീലാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ രാമായണ കേവ്സിലോട്ടേക്ക് പോയി. Sorry, your name? Sharun. ഇല്ല. സൂക്ഷിച്ചിട്ട് കയറണേ. ഇത് ആക്ച്വലി ഒറിജിനൽ കേവിൻ്റെ ഉള്ളിൽ ഇവർ കാർവ് ചെയ്തതാ അല്ലേ? കാർവിങ്സിൽ കൂടെ ഉള്ള നമ്മുടെ ഹോൾ രാമായണത്തിൻ്റെ സ്റ്റോറി കണ്ടതിന് ശേഷം സ്റ്റെപ്സ് കയറി കേവിൻ്റെ മേലോട്ടേക്ക് പോയി. മേലോട്ടേക്ക് പ്രത്യേകിച്ച് കാണാനെന്ന് പറയാൻ ഒരു വാട്ടർഫോൾസ്, ഒരു ഇൻഡോർ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേവ്സിൻ്റെ കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ മേലോട്ട് പോയി കാണാം. പിന്നെ മേലെന്ന് താഴോട്ടേക്കുള്ള വ്യൂ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്റ്റെപ്പ് കയറി മേലോട്ടെത്താൻ.
വല്ലാത്തൊരു അതിശയവും ഫാസിനേഷനുമാണ് ഇതുപോലൊരു കേവ്. ആദ്യം ഞങ്ങൾ ഉള്ളിൽ കയറി, അവിടുന്ന് പിന്നെ മേലോട്ടേക്ക് കയറിയതിന് ശേഷം ഒരു പ്ലാറ്റ്ഫോം പോലെയുള്ളൊരു ഏരിയ. ശരിക്കും ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെയുള്ള കേവ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ. എത്ര കാലം മുമ്പ് കണ്ടുപിടിച്ചതായിരിക്കും അല്ലേ ഈ കേവ്സ് എല്ലാം. ആൻഡ് അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഹസാർഡസ് അല്ല, വേറെ ഡേഞ്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണ്ടി അതെല്ലാം ചെയ്യാൻ. നല്ല രീതിയിൽ ഈ സ്ഥലമെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റും അതെല്ലാം വെച്ച് നല്ലോണം അട്രാക്റ്റീവാക്കി വെച്ചിട്ടുണ്ട്. നല്ല കളർ ലൈറ്റെല്ലാം വെച്ചിട്ട്, വേരിയസ് കളർ ലൈറ്റെല്ലാം വെച്ചിട്ട്. ആൻഡ് മേലെന്ന് താഴോട്ടേക്കുള്ള വ്യൂ അതൊരു കിടിലൻ വ്യൂ തന്നെയാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. സൈഡിൽ കൂടെ പോകുന്ന വെള്ളച്ചാട്ടം വേറെ തന്നെ എക്സ്പീരിയൻസ്. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാട്ടു കേവ്സിലോട്ടേക്ക് നടന്നു പോയി. അപ്പം പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഈ കച്ചവടക്കാരെ കാണാം. അവരുടെ സ്റ്റോൾസിൻ്റെ അവിടെ നിന്ന് പല രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. തുണിക്കച്ചവടം, പിന്നെ വേറെ വള, മാല, അങ്ങനെയുള്ള ആക്സസറി ഐറ്റംസ്, ബാഗ്, അങ്ങനെ കുറേ കച്ചവടക്കാരെ കാണാൻ. എല്ലാം ഇന്ത്യക്കാരാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെ വരുമ്പം നമുക്ക് വേറൊരു നാട്ടിൽ പോയ ഒരു അനുഭവമില്ല. നമ്മുടെ ഇന്ത്യ തന്നെയാണോ എന്ന് വരെ നമ്മൾ തോന്നിപ്പോവും. കാരണം എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് നമ്മളവിടെ കാണുന്നത്, മിക്ക ആൾക്കാർ. ബാട്ടു കേവ്സ് നമ്മുടെ പളനി മല കയറുന്നത് പോലെ കുറേ സ്റ്റെപ്സ് ഉണ്ട് മേലോട്ടേക്ക് കയറാൻ. ഞങ്ങൾ മേലോട്ടേക്ക് പോയില്ല, താഴ്ന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എനിക്ക് മേലെ കയറാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും മേലെ പടി കയറണമെന്നുണ്ട്. നമ്മുടെ പളനി മല കയറുന്ന പോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ താഴ്ന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുരങ്ങൻ അവിടെ ഇരിക്കുന്നത് കണ്ടത്. കുരങ്ങൻ ആ കുപ്പിയിലെ വെള്ളം, താഴെ ആരുടെയോ കയ്യിൽ നിന്ന് വീണ കുപ്പിയിലെ വെള്ളം എടുത്ത് കുടിക്കുകയായിരുന്നു. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ബസ്സിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ടേക്ക് എത്തി.